ഫ്രഞ്ച് സാമൂഹ്യ ജീവിതത്തിൻ്റെ ചരിത്രമാണ് താൻ എഴുതുന്നതെങ്കിലും അതൊരു സാർവദേശീയ കൃതിയാണ് എന്ന് എഴുതുന്ന കാലത്ത് തന്നെ വിക്ടർ ഹ്യൂഗോ സ്വയം മനസ്സിലാക്കുകയും ലോകത്തോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. 1862 ഏപ്രിൽ 3 പാവങ്ങളുടെ ആദ്യ പതിപ്പ് പാരീസിൽ പുറത്തിറങ്ങുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് ലോക ശ്രദ്ധ നേടി. ലോകത്തിലെ പല ഭാഷകളിലേക്ക് അത് വളരെ പെട്ടെന്ന് വിവർത്തനം ചെയ്യപ്പെട്ടു. 1862 ഒക്ടോബർ 18 ഇറ്റാലിയൻ പ്രസാധകന് എഴുതിയ കത്തിൽ പാവങ്ങളെക്കുറിച്ച് ഹ്യൂഗോ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ വിഷയത്തോട് വലിയ ബന്ധമുള്ള ഒരു കാര്യമാണ്. ഹ്യൂഗോ എഴുതുന്നത്, പാവങ്ങൾ എന്ന പുസ്തകം എല്ലാ രാജ്യക്കാർക്കും വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതെല്ലാവരും വായിച്ചു നോക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് ഞാൻ എല്ലാവർക്കും വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. സാമുദായികമായ വിഷമതകൾ രാജ്യസീമകളെ കവച്ച് കടക്കുന്നു. മനുഷ്യജാതിക്കുള്ള വ്രണങ്ങൾ, ഭൂമണ്ഡലം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ആ വ്രണങ്ങൾ ഭൂപടത്തിൽ വരയ്ക്കപ്പെട്ട ചുവന്നതോ നീലിച്ചതോ ആയ അതിർവരകൾ കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയെല്ലാം ഉണ്ടോ, സ്ത്രീകൾ ഭക്ഷണത്തിനു വേണ്ടി എവിടെയെല്ലാം വിൽക്കപ്പെടുന്നുണ്ടോ, അറിവ് നൽകുന്ന പുസ്തകവും തണുപ്പകറ്റാനുള്ള നെരിപ്പോടും കിട്ടാതെ കുട്ടികൾ എവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം പാവങ്ങളെന്ന പുസ്തകം വാതിൽക്കൽ മുട്ടി വിളിച്ചിട്ട് പറയും, എനിക്ക് വാതിൽ തുറന്നു തരിക, ഞാൻ വരുന്നത് നിങ്ങളെ കാണാനാണ്. ലോകാതിർത്തികളെ ഭേദിച്ച് പാഞ്ഞുപോകുന്ന മാനവികതയുടെ ഒരു വിശാല മൂല്യം തൻ്റെ കൃതിയിൽ നിലീനമായിട്ടുണ്ട് എന്നാണ് ഹ്യൂഗോ ഇതിൽ പറയുന്ന ഒരാശയം. ഞാനിത് വായിച്ചപ്പോൾ ഓർത്ത ഒരു കാര്യം, ഈ ആമുഖം ഈ ഇറ്റാലിയൻ പ്രസാധകനുള്ള കത്ത് പാവങ്ങളുടെ പതിപ്പിൽ നാലപ്പാട് വിവർത്തനം ചെയ്ത് ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവർത്തനമാണ് ഞാൻ ഈ വായിച്ചത്. ഞാനിത് വായിച്ചപ്പോൾ പിന്നീട് മലയാളത്തിലെ വലിയൊരു കവിതയെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. ഇടശ്ശേരിയുടെ കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ എന്ന് തുടങ്ങി അവസാന കവിത എത്തുന്നത്, അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്കർത്ഥമുണ്ടോ എന്ന് കഴിഞ്ഞ് ഇടശ്ശേരി പറയുന്നത്, എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിന് അതിർവരകൾ. ഇടശ്ശേരി എഴുതുന്ന ആശയം മുമ്പേ ഈ വരിയിൽ വരുന്നുണ്ട്. ഭൂമണ്ഡലം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യജാതിയുടെ വ്രണങ്ങൾ ഭൂപടത്തിൽ വരയ്ക്കപ്പെട്ട ചുവന്നതോ നീലിച്ചതോ ആയ അതിർവരകൾ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ കത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഗംഭീരമായൊരു വാക്യം കൂടി എഴുതുന്നുണ്ട്. നാം ഇപ്പോൾ കടന്നു പോരുന്ന അത്രമേൽ ദുഃഖമയമായ പരിഷ്കാര ഘട്ടത്തിൽ പാവങ്ങളുടെ പേർ മനുഷ്യൻ എന്നാണ്. അങ്ങനെ 19-ാം നൂറ്റാണ്ട് ജന്മം നൽകിയ മാനവികതാ ബോധത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു മൂല്യത്തെയാണ് താൻ ഈ കൃതിയിൽ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം 1862 ഈ കത്തിൽ എഴുതുന്നുണ്ട്. പാവങ്ങളുടെ ആമുഖം അദ്ദേഹം എഴുതിയത് റഫീഖ് ഇവിടെ അത് ഉദ്ധരിക്കുകയുണ്ടായി. ആ ആമുഖം അദ്ദേഹം എഴുതുന്നത് 1860 അവസാനം. അതിനു മുമ്പ് സുദീർഘമായ മറ്റൊരു ആമുഖം ഇതിനെഴുതാൻ അദ്ദേഹം തുനിയുന്നുണ്ട്. 2 ഭാഗങ്ങളുള്ള, ഒന്നാം ഭാഗത്തിന് ദൈവമെന്നും രണ്ടാം ഭാഗത്തിന് ആത്മാവെന്നും ഗോഡെന്നും സോളെന്നും പേരായ 2 ഭാഗങ്ങളുള്ള ദീർഘമായൊരു ആമുഖം തൻ്റെ കൃതിയെ ഒരു ദാർശനികമായ ഒരു ആമുഖത്തിലൂടെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചില ചോദ്യങ്ങളിലേക്ക് ചേർത്ത് വെക്കണം എന്ന് കരുതിക്കൊണ്ട് ഹ്യൂഗോ എഴുതി തുടങ്ങിയ ഒരു ആമുഖമുണ്ട്.
നേരത്തെ ഇവിടെ പലരും പരാമർശിച്ച യോസയുടെ അദ്ദേഹത്തിൻ്റെ പാവങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 1860 ഏപ്രിൽ 26 മുതൽ 1860 മെയ് 12 വരെയാണ് യൂഗോ ഈ കൃതിയുടെ അവസാന പതിപ്പ് വായിക്കുന്നത്, കയ്യെഴുത്ത് പ്രതി അവസാനമായി വായിക്കുന്നത്. ഇതിന് ദീർഘമായൊരു രചനാചരിത്രമുണ്ട്. 1845 മുതൽ 48 വരെയാണ് അദ്ദേഹം ഇതിൻ്റെ ആദ്യ കരട് എഴുതുന്നത്. മിസറീസ് എന്ന പേരിലാണ് ഇതിൻ്റെ ആദ്യ കരട് അദ്ദേഹം തയ്യാറാക്കുന്നത്. പിന്നീട് 1860-62 കാലത്താണ് നാം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അതിനെ അദ്ദേഹം രൂപാന്തരപ്പെടുത്തുന്നത്. ആ പരിവർത്തനത്തെക്കുറിച്ച് ഡേവിഡ് ബെല്ലോസ് നോവൽ ഓഫ് ദ സെഞ്ചുറി എന്ന പേരിൽ ഈ പാവങ്ങളെക്കുറിച്ച് അതിവിസ്തൃതമായ പഠനം നടത്തിയ ഡേവിഡ് ബെല്ലോസ് പറയുന്നത്, ഈ കാലം കൊണ്ട് ഫ്രം എ കോമ്പാക്ട് സ്റ്റോറി ടു എ ഡെൻസ് ഫോറസ്റ്റ് എന്ന നിലയിൽ ഇത് മാറി എന്ന് പറയുന്നുണ്ട്. വളരെ കെട്ടുറപ്പുള്ള ഒരു കഥ എന്നതിൽ നിന്ന് അതിസാന്ദ്രമായ ഒരു നിബിഡ വനമായി ഈ കൃതി മാറിത്തീർന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തിൽ അത്രമാത്രമല്ല മാറ്റം. 1845 ഇദ്ദേഹം ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത് യൂഗോ ഒരു മൊണാർക്കിസ്റ്റാണ്, രാജപക്ഷപാതിയാണ്. രാജവാഴ്ചയോടും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ രാജാധികാരത്തോട് കൂറുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം. എന്നാൽ ആ വീക്ഷണത്തെ റദ്ദാക്കിക്കൊണ്ട് 1851 നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അട്ടിമറിയിൽ പ്രതിഷേധിച്ച് ഇയാൾ അധികാരം ഒഴിയുന്നതുവരെ താൻ ഈ രാജ്യത്ത് വസിക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം നാടുവിടുന്നു. 1870 പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് പാരീസിലേക്ക്. ആ പ്രവാസകാലത്താണ് അദ്ദേഹം പിന്നെ ഈ കൃതി എഴുതി പൂർത്തിയാക്കുന്നത്. ഈ കാലത്തിനിടയിൽ യൂഗോയ്ക്ക് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു മാറ്റം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിസ്റ്റ് എന്നതിൽ നിന്ന് അദ്ദേഹം ഒരു റിപ്പബ്ലിക്കനായി രൂപാന്തരപ്പെടുകയും ജനാധികാരമാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനമെന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണമാകെ മാറുകയും ചെയ്യുന്നു. ഈ മാറ്റമാണ് ഒരു സാന്ദ്രമായ കഥയിൽ നിന്ന് അതിനിബിഡമായ ഒരു വനപ്രദേശം പോലെ ഈ കൃതിയെ മാറ്റി തീർത്തത് എന്ന് അതേക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഈ കൃതി മാറ്റിയതിന് ശേഷം 1860 ജൂലൈ മാസത്തില് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 14 വരെ ഏതാണ്ട് ഒരു 20ഓളം ദിവസം എടുത്ത് അദ്ദേഹം ഈ ആമുഖം എഴുതി സോൾ എന്ന ശീർഷകത്തിലുള്ള അതിൻ്റെ 1-ാം ഭാഗം എഴുതി പൂർത്തിയാക്കി. ഗോഡ് എന്ന ശീർഷകത്തിലുള്ള 1-ാം ഭാഗം എഴുതി പൂർത്തിയാക്കി. സോൾ എന്ന് പേരിട്ട 2-ാം ഭാഗം എഴുതി തുടങ്ങുന്ന സമയത്ത് 1860 ഓഗസ്റ്റ് 14 അദ്ദേഹം ആ ആമുഖം ഉപേക്ഷിക്കുകയും നേരത്തെ റഫീഖ് ഇവിടെ പറഞ്ഞ ഒരൊറ്റ വാക്യം ഒരു ഖണ്ഡികയായി തീർന്ന, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സാന്ദ്രവും അത്ര തന്നെ ചെറുതുമായ ഒരാമുഖമായി അദ്ദേഹം അതിനെ മാറ്റി എഴുതുകയും ചെയ്തു. തൻ്റെ വിസ്തൃതമായ ആമുഖം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതേക്കുറിച്ച് ഞാൻ പിന്നാലെ ചില കാര്യങ്ങൾ കൂടി പറയാം. ആ ആമുഖത്തിൽ അദ്ദേഹം മറ്റു ചില സൂചനകൾ, ഒരുപക്ഷെ ഈ കൃതിയെ സംബന്ധിക്കുന്ന മറ്റു ചില സൂചനകൾ റഫീഖൂടെ വായിച്ചതാണ് എങ്കിൽ ഞാൻ ആ ഭാഗം ഒന്നുകൂടി വായിക്കുന്നു. മലപ്പാടൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നിയമത്തിൻ്റെയും ആചാരത്തിൻ്റെയും ബലത്തിന്മേൽ ഭൂമിയിലെ പരിഷ്കാരത്തിൻ്റെ നടുക്ക് നരകങ്ങളെ ഉണ്ടാക്കി വെച്ചുകൊണ്ടും മനുഷ്യകർമ്മത്തെ വിധിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടും സമുദായത്തിൽ കൽപ്പിക്കപ്പെടുന്ന തീവ്ര ശിക്ഷാവിധികൾ എത്ര കാലം നിലനിൽക്കുന്നുവോ, പുരുഷാന്തരങ്ങളിലെ 3 വൈഷമ്യങ്ങൾ, പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യം മൂലമുണ്ട അധപ്പതനം, സ്ത്രീക്ക് വിശപ്പ് കാരണമുണ്ടാകുന്ന മാനഹാനി, കുട്ടികൾക്ക് അറിവില്ലായ്മയാൽ നേരിടുന്ന ചുരുക്കം, ഇവ എത്ര കാലം തീരാതെ കിടക്കുന്നുവോ, ലോകത്തിൻ്റെ ഏതു ഭാഗത്തെങ്കിലും സാമുദായികമായ വീർപ്പുമുട്ടൽ പിടിപെടാൻ എത്ര കാലം വഴിയുണ്ടോ, മറ്റൊരു വിധത്തിൽ കുറച്ചുകൂടി വ്യാപ്തിയുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയിൽ എത്ര കാലം അജ്ഞാനവും ദാരിദ്ര്യവുമുണ്ടോ അത്ര കാലം പാവങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ പ്രയോജനപ്പെടാതെ വരില്ല.
ഇതാണ് ഈ കൃതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രസ്താവന. മൂന്നാമത്തെ, കൃതിയുടെ അവസാന ഭാഗത്ത് ആഖ്യാതാവ് എന്ന നിലയിൽ ഗ്രന്ഥകാരൻ തന്നെ നേരിട്ട് തൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം, വായനക്കാരുടെ കയ്യിലുള്ള ഈ പുസ്തകം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള, തെറ്റിൽ നിന്ന് സത്യത്തിലേക്കുള്ള, രാത്രിയിൽ നിന്ന് പകലിലേക്കുള്ള, മൃഗീയതയിൽ നിന്ന് ഉത്തരവാദിത്വത്തിലേക്കുള്ള, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള, ശൂന്യതയിൽ നിന്ന് ദൈവത്തിലേക്കുള്ള പുരോഗതിയാണ്. ഇങ്ങനെ 3 പ്രസ്താവനകൾ തൻ്റെ കൃതിയുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് യൂഗോ എഴുതിയിട്ടുണ്ട്. ഈ 3 പ്രസ്താവനകൾ ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ എന്താണ് താൻ ഈ കൃതിയിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ചില ധാരണകൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ കാണുന്നത് ദാരിദ്ര്യവും ബാലപീഡയും വിശപ്പും, ഇതിനെ മറികടക്കുക എന്ന ലക്ഷ്യം. ആദ്യം ഞാൻ വായിച്ച ഇറ്റാലിയൻ പ്രസാധകനുള്ള കത്തിൽ സാർവദേശീയതയും മാനവികതയും, ഏറ്റവും ഒടുവിൽ ഗ്രന്ഥകാര പ്രസ്താവന പോലെ നോവലിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന യൂഗോയുടെ വാക്യത്തിൽ ധാർമ്മികതയെയും ദൈവത്തെയും സംബന്ധിക്കുന്ന വലിയ ചില ചോദ്യങ്ങളും. ഈ 3 തലങ്ങളും തൻ്റെ ഈ നോവലിൽ സന്നിവേശിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ തലങ്ങളും ഒരുപോലെ ഇതിൽ സന്നിഹിതമായിട്ടുണ്ടോ, ആ എല്ലാ പ്രതലങ്ങളെയും മുൻനിർത്തി ഈ കൃതി വായിക്കപ്പെട്ടോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ PK ബാലകൃഷ്ണൻ ആരോഗ്യ നിവേദനത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും സമുന്നതമായ കൃതിയായി അത് മാറിത്തീർന്നത് എങ്ങനെ എന്ന് പറയുന്ന സന്ദർഭത്തിൽ യാദൃച്ഛികമായി ഇങ്ങനെ ഒരു തലത്തിലെ ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ഒരു കൃതി, ഒരു നോവൽ മഹത്തായ നോവലായി തീരുന്നത് അതൊരു ഭാഗത്ത് പ്രാഥമികമായ ഒരു കഥയായിരിക്കുക, 2 കഥാപാത്രങ്ങളെ സാമൂഹിക ബന്ധങ്ങളുടെ സംയോജിത സ്ഥാനങ്ങളായി അവതരിപ്പിക്കുക വഴി മുന്നിലേക്കും പിന്നിലേക്കും പടരുന്ന ബന്ധങ്ങളുടെ നടുവിൽ അവരെ പ്രതിഷ്ഠിക്കുക വഴി ചരിത്രത്തിൻ്റെ വിശാലമായ ഒരു ഭൂമികയായ ഒരു കൃതി മാറിത്തീരുക. 3, മനുഷ്യാവസ്ഥയും പ്രാപഞ്ചികതയും തമ്മിലുള്ള മുഖാമുഖത്തിൻ്റെ കഥയായി കൂടി അതിനെ മാറ്റി തീർക്കുക. ഈ 3 കാര്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഒരു മഹത്തായ നോവൽ ഉണ്ടാവുക എന്ന് താരാശങ്കറിനെ മുൻനിർത്തിയിട്ട് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഏതാണ്ട് ഈ 3 കാര്യങ്ങളും താൻ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം യൂഗോ ഈ കൃതിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ പുസ്തകത്തിൻ്റെ വിശാല താല്പര്യം, അദ്ദേഹം ഉപേക്ഷിച്ച് കളഞ്ഞ ആമുഖം, വാസ്തവത്തിൽ ഈ പ്രമേയത്തെ അഭിസംബോധന ചെയ്യാനാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ താനായി തന്നെ തൻ്റെ കൃതിയെ അത്രമേൽ വിപുലമായ ഒരു വ്യാഖ്യാനത്തിലേക്ക് കടത്തേണ്ടതില്ല. യോസ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൂഗോയെ പോലെയുള്ള ഒരു അതിവേഗത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരന് 2 ദിവസം കൊണ്ടൊരു നാടകം എഴുതി തീർക്കാൻ കഴിയുന്ന, ഒരാഴ്ച കൊണ്ടൊരു നോവലിൻ്റെ രൂപരേഖ ഉണ്ടാക്കാൻ കഴിയുന്ന അതിബൃഹത്തായ രചനാ പാരമ്പര്യമുള്ള ഒരു ആമുഖം എഴുതാൻ വേണ്ടി ഏതാണ്ട് 20 ദിവസക്കാലത്തോളം എടുത്തു എന്നത് യൂഗോയുടെ രചനാരീതിയെ സംബന്ധിച്ച് അത്യസാധാരണമാണ് എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ എഴുതിയ ആമുഖമാകട്ടെ അദ്ദേഹം ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ തൻ്റെ കൃതിയെ സംബന്ധിക്കുന്ന ഒരു വലിയ പരിപ്രേക്ഷ്യം, ഒരുപക്ഷെ അത് വായിക്കപ്പെട്ടതിനും അപ്പുറമുള്ള വലിയ ചില താല്പര്യങ്ങൾ, മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന വിശാലമായ ചോദ്യങ്ങൾ, അതിഭൗതികം എന്നുകൂടി വിളിക്കാവുന്ന അന്വേഷണങ്ങൾ യൂഗോ ഈ കൃതിയിൽ സന്നിവേശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ശ്രമമാണ് ഒരുപക്ഷെ 45-48 കാലത്തിലെ ആദ്യ രൂപത്തിൽ നിന്ന് ലെ മിസറാബ്ലെ എന്ന് വിളിക്കുന്ന ഈ അവസാന രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിനെ രൂപാന്തരപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും. ആ മാറ്റത്തിൽ ഈ കൃതിക്ക് എന്ത് സംഭവിച്ചു? ഡേവിഡ് ബെല്ലോസ് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഫ്രഞ്ച് സാമൂഹ്യ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കഥ എന്നതിൽ നിന്ന് മനുഷ്യവംശത്തിൻ്റെ ധാർമ്മികമായ ഒരു പുരോയാനത്തിൻ്റെ കഥയായി അത് മാറിത്തീർന്നു എന്ന കാര്യമാണ്. ആ പുരോയാനത്തിൻ്റെ ആധാരമായി നേരത്തെ റഫീഖ് ഇവിടെ ഉദ്ധരിച്ച വാക്യത്തെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് സ്നേഹം എന്ന ആശയമാണ്. കൊസത്തിനോടും മെരിയൂസിനോടും അദ്ദേഹം പറയുന്ന വാക്യങ്ങൾ, ലവ് ഈച്ച് അതർ ഓൾവേസ്, എല്ലായ്പ്പോഴും അന്യോന്യം സ്നേഹിക്കുക, only thing that matters in the world is love. ഈ ലോകത്ത് നിലനിൽക്കാൻ, പരിഗണനീയമായി നിലനിൽക്കാൻ യോഗ്യമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് സ്നേഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു.
ഒരുപക്ഷെ ഈ നോവലിൽ നോക്കിയാൽ സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹഗതി നമുക്ക് കാണാൻ പറ്റും. ഡീല മെത്രാന്റെ സ്നേഹത്തിൽ നിന്നാണ് കുറ്റവാളിയായിട്ടുള്ള മാരാര് നീച കഥാപാത്രം എന്ന് വിളിക്കുന്ന ഈ റാങ്വൽ റാങ് നന്മയുടെ ഒരു മൂർത്തിഭാവമായി പരിണമിക്കുന്നത് ഡീല മെത്രാനിൽ നിന്നാണ്. ഡീല മെത്രാനിൽ നിന്ന് തന്നിലേക്ക് ഒഴുകിയ സ്നേഹം റാങ്വൽ റാങ് പിന്നെ പലരിലേക്കും പകരുന്നു. അത് രാവേറിലേക്ക് ഒരു നിലയ്ക്ക് എത്തുന്നു, അത് കൊസത്തിലേക്കും മറ്റൊരു നിലയ്ക്ക് എത്തുന്നു, കൊസത്തിലേക്കും മരിയൂസിലേക്കും മൂന്നാമതൊരു നിലയ്ക്കും എത്തുന്നു. രാവേറിൻ്റെ നിയമബോധത്തെ നീതിയുമായുള്ള മുഖാമുഖമാക്കി മാറ്റുന്നത് വാസ്തവത്തിൽ ഈ മെത്രാന്റെ സ്നേഹമാണ്, ജീൻവാൽജിന്റെ സ്നേഹമാണ്. അതുവരെ അയാൾക്ക് നിയമത്തെക്കുറിച്ച് മാത്രമേ ബോധ്യമുള്ളൂ. നീതി നിയമത്തിനെതിരാകുമോ എന്ന ഒരു സംശയവുമില്ലാതെ നിയമത്തിന്റെ കർക്കശക്കാരനായ കാര്യസ്ഥനായിട്ടാണ് അവസാന മുഹൂർത്തം വരെ രാവേർ നിൽക്കുന്നത്. പക്ഷേ തൻ്റെ നിയമബോധം നീതിയുമായി ഇടയുന്നല്ലോ എന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയും നിയമം എന്നത് നീതിയാൽ തിരുത്തപ്പെടേണ്ട ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് അയാളെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ജിൻവാൽജിന്റെ സ്നേഹമാണ്. കൊസത്തിനെ ആകട്ടെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി എന്നതിൽ നിന്ന് ആത്മബോധമുള്ള ഒരു സ്ത്രീയിലേക്ക് വളരുന്നതിന് കാരണമായി ഈ ജിൻവാൽജിന്റെ സ്നേഹം മാറിത്തീരുന്നു. സംശയാലുവായ ആത്മബോധത്തിൽ പലപ്പോഴും ഭ്രമിക്കുന്ന മരിയൂസിനെ വലിയൊരു വിപ്ലവകാരിയുടെ മൂല്യബോധത്തിലേക്ക്, അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെ മൂല്യം അറിഞ്ഞ ഒരാളിലേക്ക് ജിൻവാൽജിന്റെ സ്നേഹം മാറ്റി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്നേഹം എന്നത് ഈ നോവലിന്റെ അവസാന ഭാഗം മുതൽ, തുടക്കത്തിൽ മെത്രാനെ കാണുന്നു, അവസാന ഭാഗത്ത് നേരത്തെ റഫീഖ് ഉദ്ധരിച്ച പോലെ മരണക്കിടക്കയിൽ കസേരയിൽ ചാരിയിരുന്ന് കുഞ്ഞുങ്ങളോട് സംസാരിച്ച് തൻ്റെ പിറകിൽ വിളക്കുകാലിൻ്റെ വെളിച്ചത്തിൽ അവസാന ശ്വാസം വലിക്കുന്ന ജിൻവാൽജിനെ നാം കാണുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് നോവലിനകത്ത് സ്നേഹം എന്ന മൂല്യം പ്രവഹിക്കുന്നു. വാസ്തവത്തിൽ സ്നേഹം എന്നത് ഒരു വലിയ രാഷ്ട്രീയ മൂല്യമാണ്, ഒരു വലിയ രാഷ്ട്രീയ മൂല്യമാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൗലികമായ ഒരു നിരീക്ഷണം റോബർട്ട് ഹെയ്ൻലൈൻ എന്ന് പേരായ അത്ര പ്രസിദ്ധനൊന്നുമല്ലാത്ത ഒരു സാമൂഹ്യ ചിന്തകൻ, അദ്ദേഹം സ്നേഹത്തിന് നൽകുന്ന ഒരു വിശദീകരണം വളരെ മൗലികമായ ഒന്നാണ്. അദ്ദേഹം പറയുന്നത്, ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ. ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ. നിങ്ങളുടെ ആഹ്ലാദത്തിൻ്റെ അടിസ്ഥാനമായി മറ്റൊരാളുടെ ആഹ്ലാദം അനിവാര്യമായിരിക്കുന്ന ഒരു കണ്ടീഷനാണ്, ഇത് അവസ്ഥയാണ് സ്നേഹം. അതുകൊണ്ട് സ്നേഹത്തിലാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊരാളെ ആനന്ദത്തിലാഴ്ത്തുക എന്നത് കൂടിയാണ്. സ്നേഹം അതിൽ തന്നെ ഒരു സാമൂഹ്യ മൂല്യമായി തീരുന്നത് അവിടെ വെച്ചാണ്. ഒരുപക്ഷെ പാവങ്ങൾ മലയാളത്തിൽ എത്തുന്നതിന് 2-3 കൊല്ലം മുമ്പ് മലയാളത്തിലൊരു വലിയ കവി ഇത് പറയുന്നുണ്ട്. ചണ്ടാലഭിക്ഷയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. ജാതിക്കെതിരെ ഉയർന്ന കേരളത്തിലെ ഏറ്റവും നിശിതമായ വിമർശനമായിരുന്നു ചണ്ടാലഭിക്ഷുകി. ആ ചണ്ടാലഭിക്ഷുകി പക്ഷെ അവസാനിക്കുന്നത് സ്നേഹത്തിലാണ്. സ്നേഹം താൻ ജീവിതം, സ്നേഹവ്യാഹതി തന്നെ മരണം. അതിൻ്റെ തെളിവായിട്ട് ആശാൻ മൈത്രി എന്ന സങ്കല്പത്തെ കൂടി പിന്നാലെ ചേർത്ത് വെക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ തെളിവ് എന്നതിൻ്റെ ഉത്തരം പോലെ ആശാൻ പറയുന്നത്, അമ്മ തൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി, നമ്മോടത് ഓതുന്നു രാജൻ. നോക്കിയാൽ 23-ലാണ് ചണ്ടാലഭിക്ഷുകി, 25-ലാണ് പാവങ്ങൾ. അങ്ങനെ സ്നേഹം എന്നത് നേരത്തെ റഫീഖ് ഇവിടെ പറഞ്ഞല്ലോ, ഒരു പുതിയ മൂല്യമായിട്ട് സ്നേഹം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മാറ്റുന്നു. അതിനും കുറച്ച് വർഷം മുമ്പ് ആശാൻ ലീല എഴുതുന്നുണ്ട്, പ്രണയപരവശേ ശുഭം എന്ന് പറഞ്ഞു. കേരളത്തിൽ പ്രണയം എന്ന അനുഭവം വളരെ വിദൂരമായിരിക്കുന്ന ഒരു കാലത്ത് പ്രണയപരവശേ ശുഭം എന്നെഴുതി, അറിവിൽ അനുരാഗമേറയാൾ എന്നെഴുതി, സ്നേഹം എന്നതിന് ഈ വ്യവസ്ഥക്കെതിരെ പായാൻ കെൽപ്പുള്ള അത്യന്തം ബലിഷ്ഠമായ ഒരു പുതിയ അനുഭവ മണ്ഡലമായി കേരളം തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരുപക്ഷെ പാവങ്ങൾ വരുന്നത്. ഇങ്ങനെ സ്നേഹം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന മൂല്യത്തെ ഡീല മെത്രാനിൽ നിന്ന് റാങ്വൽ റാങ്കിലേക്കും
ഇയാളിൽ നിന്ന് കൊസത്തിലേക്കും അതുപോലെ മെരിയൂസിലേക്കും ഴാവേറിലേക്കും ഒക്കെ പ്രവഹിച്ച് ഒരുപക്ഷെ മനുഷ്യവംശത്തെ പുതുക്കാൻ പോന്ന ഏറ്റവും ആഴമുള്ള ഒരു മൂല്യമായി സ്നേഹത്തെ അവതരിപ്പിക്കുന്നു. ഒരുപക്ഷെ ആ മൂല്യമായിരിക്കണം പിൽക്കാലത്ത് നമ്മൾ സ്നേഹം എന്ന് പറയുന്നതിനെ വളരെ വ്യക്തിഗതം മാത്രമായി ഒന്നായി കാണുകയും തമ്മിൽ മനുഷ്യർക്കിടയിലുള്ള ഒരു സ്വകാര്യ ബന്ധമായി കാണുകയും അതിൻ്റെ സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ഉള്ളടക്കത്തെ വേണ്ട പോലെ തിരിച്ചറിയാൻ പറ്റാതെ പോവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അതിൻ്റെ മറുപുറം ഒരുപക്ഷെ ഈ നോവലിനെ വായിച്ചാൽ അത് ഗോയിഥയുടെ ഡോക്ടർ ഫൗസ്റ്റിൻ്റെ ഒരു മറുപുറം കൂടിയാണ് എന്ന് വേണമെങ്കിൽ കാണാം. മെഫിസ്റ്റോഫിലസിനെ കൊണ്ട് പിശാചിലേക്ക് നീങ്ങിപ്പോയ ഒരാളെ നമ്മൾ ഫൗസ്റ്റിൽ കാണുമ്പോൾ മെത്രാനെ കൊണ്ട് പിശാചത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വന്ന ഒരാളെ നമുക്ക് ജീൻ വാൽജീനിൽ കാണാം. മാരാർ ഇത് കണ്ടു കേട്ടോ. മാരാർ ജീൻ വാൽജീനെ കുറിച്ച് എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യം, 2 വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. പാവങ്ങളിലെ നായകനെ നോക്കൂ, ആ വിധമുള്ള നീച കഥാപാത്രത്തിൽ പോലും സത്യനിഷ്ഠനും ഭൂതാനുകമ്പിയുമായ ഒരു മഹാനെ, ഡിയില മെത്രാന്റെ ഉത്തമ ശിഷ്യനെ, ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലുള്ള ദുർലഭ വ്യക്തിയെ സാക്ഷാത്കരിക്കുകയാണല്ലോ യൂഗോ ചെയ്തത്. അതാണ് ആ കാവ്യത്തിന്റെ ഉത്കർഷത്തിനുള്ള പരമാവധി. പിന്നാലെ മാരാര് ഞാൻ ഈ പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചൊരു വാക്യം പറയുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹമാണ് ലോക ജീവിതത്തിലെ ശാശ്വത മൂല്യം. ആ സ്നേഹമാകട്ടെ ഒരൊറ്റയാളെയെങ്കിലും ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുന്നതിൽ നിന്നും തുടങ്ങി ലോകരെ മുഴുവൻ സർവപ്രാണികളെയും സ്നേഹിക്കാൻ വരെയുള്ള സുവിശാല ദീർഘമായ ഒരു പുരോഗതി മാർഗമാണ്. പലതിലേക്കും തുറന്നു കിടക്കുന്ന വഴിയുണ്ട് കേട്ടോ. ഒരു വീട എറുമ്പിനും വരുത്തരുത് എന്നതിലേക്ക് സർവ്വജീവജാലങ്ങളെയും സർവപ്രാണികളെയും സ്നേഹിക്കാൻ സാധിക്കുന്നത് വരെയുള്ള സുവിശാല ദീർഘമായ ഒരു പുരോഗതി മാർഗമാണ് സ്നേഹം. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് മലയാളത്തിൽ നേരത്തെ റഫീഖോട് ഉദ്ധരിച്ച മലയാളത്തിൻ്റെ പാവങ്ങൾ മലയാളത്തിൽ വായിക്കപ്പെട്ട 2 അറ്റങ്ങളാണല്ലോ. ഒന്ന് മാരാരും മറ്റൊന്ന് EMS. കാരണം മാരാരും EMS സാഹിത്യ സംബന്ധിയായ ദർശനത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ആകാവുന്നത്ര അകലത്തിലെത്തിയ ആളാണ്. മാരാര് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞത് കണ്ടടത്ത് വെച്ച് എതിർക്കണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. മൂപ്പരുടെ ഒരു വ്രതമായിരുന്നു അത്. മാമ്പഴത്തിന്റെ അവതാരികയിലേക്ക് ഒരു കാര്യമില്ല. ഇതിലെ അമ്മ കന്നിക്കൊയ്ത്തിന്റെ അവതാരികയിൽ മാമ്പഴത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വരിയുണ്ട്. ഇതിലെ അമ്മ 1 റുപ്യ വരുമാനക്കാരിയാണോ 10 റുപ്യ വരുമാനക്കാരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഈ കവിത വായിക്കാൻ ആസ്വദിക്കാൻ എന്ന് കരുതുന്ന ഒരു സാഹിത്യ കക്ഷിയുണ്ട്. അവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? വെറും നസ്യാണ്, അതിനൊരു കാര്യമില്ല. ആ കവിതയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ മാരാർ അവിടെ പറയും. മാരാർക്ക് പിന്നെ അത് മാത്രമല്ല കേട്ടോ, മാരാരെ സംബന്ധിച്ച് ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. അത് പക്ഷേ മാരാരോടുള്ള വിമർശകർ വേണ്ട പോലെ ഇപ്പൊ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഞാനിത് തെറ്റാണെന്ന് പറയല്ല. മാരാരെ സംബന്ധിച്ച് സാഹിത്യം എന്ന് പറയുന്നത് ഒരു കേവല രസാസ്വാദനമല്ല. സാഹിത്യം എന്ന് പറയുന്നത് ആസ്വാദനമല്ല, അതൊരു ധാർമ്മിക പദ്ധതി. ആ ധാർമ്മികത പദ്ധതിക്ക് എതിരാകുന്ന ഒന്നിനെയും മാരാർ അംഗീകരിക്കില്ല. അത് എഴുത്തച്ഛനായാലും അംഗീകരിക്കില്ല, കുഞ്ചൻ നമ്പ്യാരായാലും അംഗീകരിക്കില്ല. നമ്മുടെ സംസ്കാര ലോപം എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതില് കല്യാണ സൗഗന്ധത്തിൽ ഭീമനും ഹനുമാനും തമ്മിലുള്ള തർക്കം ഷണ്ഡ ആവിഷ്കരിച്ച കുഞ്ചനമ്പ്യാരെ കുറിച്ച് മാരാർ എഴുതുന്നൊരു വാക്യം, ജീവിതത്തിന്റെ പരമമൂല്യങ്ങളെ കുറിച്ച് 2 ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ നടക്കുന്ന ആ സംവാദം എവിടെ, 2 മർക്കട പ്രകൃതികൾക്കിടയിലെ കടിപിടിയായി അവതരിപ്പിച്ച കവി എവിടെ? ഈ സംസ്കാര ദൂഷകനായ ഈ കവിപരീക്ഷയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? കുഞ്ചനമ്പ്യാരെ കുറിച്ചാണ് അങ്ങനെയൊക്കെ പറയാൻ മാരാർക്കൊരു മടിയില്ല. അത് എഴുത്തച്ഛനെ കുറിച്ചും പുള്ളിക്ക് അങ്ങനെ പറ്റില്ല. ഇപ്പൊ കാളിദാസനെ ഇടക്കിടക്ക് പുറത്താക്കുമല്ലോ. മൂപ്പരുടെ ധാർമ്മിക മൂല്യത്തിന് കാളിദാസന്റെ ഒരു കവിത ബോധ്യപ്പെട്ടില്ല എന്ന് വെച്ചാൽ അത് പ്രക്ഷിപ്താണെന്നാണ്. അല്ലാതെ അതിൽ വേറെ വാദമൊന്നുമില്ല. എന്താ പ്രക്ഷിപ്തായെന്ന് വെച്ചാൽ മൂപ്പർക്കിട്ടായില്ല, അത്രേ ഉള്ളൂ. എന്നാൽ ഇതേ പണി മറ്റേ മഹാഭാരതത്തിന്റെ ക്രിട്ടിക്കൽ എഡിഷൻ സുൽത്താൻകാർ തയ്യാറാക്കിയപ്പോ സുൽത്താൻകാർ ഒരു മെത്തഡോളജിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നിരക്കാത്ത ടെക്സ്റ്റുകളൊക്കെ ശ്ലോകങ്ങളൊക്കെ പ്രക്ഷിപ്താണെന്ന് പറഞ്ഞ് പുറത്താക്കുന്നത്. ഇപ്പൊ ഗണപതിക്ക് വ്യാസൻ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്
മഹാഭാരതം എന്ന ഭാഗമൊന്നും സൂക്തങ്കാരുടെ ക്രിട്ടിക്കൽ എഡിഷനിലില്ല. അതൊക്കെ പ്രക്ഷിപ്താണെന്നാണ്. അത് മാരർക്ക് ഇഷ്ടമായിട്ടില്ല. മാരാർ ഇങ്ങനെ തോന്നിയാസം കാണിക്കാൻ പാടില്ല എന്ന് പറയും. അത് പക്ഷെ മൂപ്പര് കാണിക്കും. മൂപ്പർക്ക് കാളിദാസൻ എഡിറ്റ് ചെയ്യാം, സൂക്തങ്കാർക്ക് പക്ഷെ വ്യാസൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അത് മാരാരുടെ ഒരു സൗന്ദര്യ വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ മാരാര് തൊടുന്ന പോയിന്റ് പ്രധാനമാണ്. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു മൂല്യത്തെ മാരാർ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരുപക്ഷെ EMS പാവങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഒരു നൂറ്റാണ്ടിന് മുമ്പ് യൂറോപ്പിലാകെ അടിച്ചു കയറിയതും ഇന്ത്യയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതുമായ സമഗ്ര വിപ്ലവത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട കൃതിയാണ് പാവങ്ങൾ എന്നാണ് EMS പറയുന്നത്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തെ വളരെയേറെ വളർത്താൻ അത് സഹായിച്ചു എന്നും EMS പറയുന്നുണ്ട്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ മാരാരുടെ ഈ വ്യക്തിപരമായ ഒരു സ്നേഹഭാവവും EMSന്റെയും ദാമോദരന്റെയും ഒക്കെ സാമൂഹികതാ സങ്കല്പവും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നാമെങ്കിലും ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്ന ഒരു ഘടകമാണ് വാസ്തവത്തിൽ സ്നേഹം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്നേഹം വളരെ വിപ്ലവപരമായ ഒരു മൂല്യമാണ്. അത് ഇന്ന് കൂടുതൽ ഉറപ്പിച്ചു പറയണം. കാരണം പക വിതച്ച് പക വെതറി വിദ്വേഷം പടർത്തി മനുഷ്യർക്കിടയിൽ ആകാവുന്നത്ര ശത്രുതയും പിളർപ്പും ഉണ്ടാക്കാൻ ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം എന്നത് എത്രയോ ആഴമുള്ള ഒരു രാഷ്ട്രീയ ആശയം. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്നേഹം സാധ്യമല്ല. സമൂഹം പല തട്ടുകളായി തിരിക്കുന്നതോടെ സ്നേഹപ്രവാഹം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്നേഹം സാർവത്രികമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാമൂഹികമായ വിഭജനങ്ങൾ, അസമത്വങ്ങൾ, തട്ടുതിരിവുകൾ അവസാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആശാൻ അനുരാഗത്തെ അവസാനത്തെ മൂല്യമായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. ആശാനിൽ എന്തുകൊണ്ട് അനുരാഗം എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും തമ്മിൽ തോന്നുന്ന സവിശേഷമായ ഒരു ആകർഷണം എന്നുള്ള നിലയ്ക്കല്ല ആശാൻ പ്രണയത്തെക്കുറിച്ച് പറയുന്നത്. മറിച്ച് ഇതിനൊക്കെ അപ്പുറം പോകുന്ന, എല്ലാ വ്യവസ്ഥയുടെ വേർതിരിവുകൾക്കും അപ്പുറം പോകുന്ന ഒരടിസ്ഥാന മൂല്യം എന്ന നിലയ്ക്ക് സ്നേഹം എന്നതിനെ അതിൻ്റെ സവിശേഷമായ ഒരു ഭാവത്തിൽ പ്രതിഷ്ഠിച്ചതാണ് ആശാന്റെ കവിതയിലെ പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമിവ മനസ്സിമാർ മനസ്സൊഴിവതശക്യം ഒരാളിലൂന്നിയാൽ എന്ന് ആശാൻ എഴുതുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ദൃഢമായ, അദൃശ്യമായ, ആർക്കും ഒലച്ചു കളയാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തിമത്തായ അടിസ്ഥാന ഊർജം എന്ന നിലയിലാണ് ആ സ്നേഹത്തെ. ഈ സ്നേഹത്തിന്റെ ഭിന്ന ആവിഷ്പ്രകാരങ്ങളായിട്ടാണ് ഒരുപക്ഷെ സാഹോദര്യഭാവം, ഒരുപക്ഷെ പ്രണയം, ഇതൊക്കെ ആ കാലത്ത് പ്രവർത്തിച്ചത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ നോക്കിയാൽ അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്ന് നെരൂദ എഴുതുന്നതോ, ഒരുവൻ അപരന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം എന്ന് കൽപ്പിക്കപ്പെടുന്നതോ ഒക്കെ ഈ സ്നേഹത്തിന്റെ വിശാലമായ ഒരു രാഷ്ട്രീയ മാനത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുകൂടി അറിഞ്ഞാൽ ഒരുപക്ഷെ EMS പറയുന്ന ഈ സമഗ്ര വിപ്ലവത്തിന്റെ ആത്മാവ് എന്നത് മാരാര് കണ്ട സ്നേഹത്തിൽ കൂടി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പുറമേക്ക് അടഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് വായനകൾ തമ്മിൽ ചേരുന്ന ഒരു ചക്രവാള ബിന്ദുവായിട്ട് ഒരുപക്ഷെ സ്നേഹം ഈ കൃതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സ്നേഹത്തിന്റെ ഒരു പ്രവാഹഗതി ഈ നോവലിനുടനീളം നിൽക്കുകയും ഒരുപക്ഷെ ഇന്നും ഈ കൃതിയെ നേരത്തെ ഇവിടെ പറഞ്ഞ പാവങ്ങളുടെ പിൽക്കാല ജീവിതത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ആമുഖത്തിൽ എങ്ങനെയാണ് പാവങ്ങൾ പിൽക്കാലത്ത് നിലനിന്നത് എന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് 1920കളിൽ ഫാഷിസത്തിന്റെ സമയത്ത് ഫാഷിസത്തിനെതിരായ മനുഷ്യവംശത്തിന്റെ കയ്യിലെ ഏറ്റവും വലിയ സമരായുധമായി സ്നേഹം മനസ്സിലാക്കപ്പെട്ടതും, രണ്ടാം ലോക യുദ്ധത്തിന്റെ കൊടിയ നിരാശയുടെ നടുവിൽ സ്നേഹമെന്ന പ്രത്യാശയുടെ മൂല്യമായി അത് നിലനിന്നതും, 1960 വിദ്യാർത്ഥി കലാപത്തിന്റെ കാലത്ത് സാർവത്രികമായ ഉണർവിന്റെ സ്രോതസ്സായി അത് മനസ്സിലാക്കപ്പെട്ടതും, ആഗോളീകരണത്തിന്റെ കാലത്ത് ഇനി ഉണരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായി അത് മാറിത്തീർന്നതും, നവഫാസിസത്തിനെതിരായി പോലും ഉയർന്നു വരാവുന്ന ഒരു അടിസ്ഥാന മൂല്യമായി ഈ സ്നേഹം പ്രവർത്തിക്കുന്നതും പറഞ്ഞിട്ടാണ് പാവങ്ങൾ എത്ര പടവ് ജീവിച്ചു എന്ന ആമുഖത്തിൽ അത് പറയുന്നത്. ഒരു ജീവിതമല്ല അത്. ഈ ഔസ പറയുന്ന ഒരു കാര്യമുണ്ട്, പാവങ്ങൾ ഒരു നോവലൊന്നുമല്ല. ലേ മിസറബിൾ എന്ന് പറയുന്നത് ഒരു നോവലല്ല. അദ്ദേഹം പറയുന്ന അതൊരു വലിയ വ്യവഹാരമാണ്. അദ്ദേഹം നൽകുന്ന രസമുള്ള ഒരു വിവരണമുണ്ട് കേട്ടോ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അദ്ദേഹം എഴുതുന്നത് പാവങ്ങളെക്കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ട എല്ലാ പഠനങ്ങളും
പാവം യൂഗോയ്ക്ക് സമർപ്പിക്കപ്പെട്ട, പാവങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട എല്ലാ പഠനങ്ങളും, യൂഗോയ്ക്കായി സമർപ്പിക്കപ്പെട്ട കൃതികളും എല്ലാം ചേർത്ത് ഒരാൾ വായിക്കാൻ തീരുമാനിച്ചാൽ, അദ്ദേഹം ഒരാളെ ഉദ്ധരിച്ചിട്ടാണ്, ജോൺ മാക് ഹൊവാസെ എന്ന് പറയുന്ന ഒരു നിരൂപകനെ, അദ്ദേഹം യൂഗോയിന്റെ ഏറ്റവും വലിയ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യോസ പറയുന്നത്. ആ ജീവചരിത്രം വന്നിട്ടില്ല അത്രേ, പക്ഷേ യൂഗോയിന്റെ ഏറ്റവും വലിയ പഠിതാവാണ്. അപ്പൊ അയാൾ കണക്കൂട്ടിയെടുക്കുന്നത് ഏതാണ്ടൊരു സമ്പൂർണ്ണ സമർപ്പിതനായ ഒരു വായനക്കാരൻ പ്രതിദിനം 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ വായിക്കാൻ നീക്കിവെച്ചാൽ 20 കൊല്ലം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന അത്രയും പഠനങ്ങൾ പാവങ്ങളെ കുറിച്ച് ഇതിനകം എഴുതപ്പെട്ട് കഴിഞ്ഞു എന്ന് ഹൊവാസെ ഉദ്ധരിച്ചിട്ട് യോസ പറയുന്നത്. എങ്ങനെയാണ് പാവങ്ങൾ, അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഷേക്സ്പിയർക്ക് ശേഷം ലോകത്തെ 5 ഭൂഖണ്ഡങ്ങളെയും കൂട്ടിയിണക്കിയ ഒരു കൃതി പാവങ്ങളാണ് എന്ന് പറയുന്നത്. എങ്ങനെ ഇത് സാധ്യമാവുന്നു? പാവങ്ങൾ എന്നാൽ അങ്ങനെ സാർവത്രികമായി അംഗീകരിക്കപ്പെടുകയോ സാർവത്രികമായി പുകഴ്ത്തപ്പെടുകയോ ചെയ്ത കൃതിയും അല്ല. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാവങ്ങളെ ലോകത്തെ സമുന്നതരായ സാഹിത്യ വിമർശകരോ നിരൂപകരോ പലപ്പോഴും ഒരു മോശപ്പെട്ട കൃതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ടോൾസ്റ്റോയിയാണ് ലോകത്തെഴുതപ്പെട്ട നോവലുകൾ ഏറ്റവും നല്ല നോവൽ എന്ന് പാവങ്ങളെ വിശേഷിപ്പിച്ചത്. ടോൾസ്റ്റോയുടെ വിശേഷണത്തെ നമുക്ക് അങ്ങ് സ്വീകരിക്കാനും പ്രയാസമാണ്. കാരണം മൂപ്പരുടെ ഏറ്റവും പൊട്ട പുസ്തകം, മൂപ്പരുടെ 1-ാം തരം പുസ്തകമാണെന്ന് സ്വയം പറയുന്ന ആളാണ് ഈ ടോൾസ്റ്റോയി. റിസറക്ഷൻ, അത് അന്നാ കരീനേക്കാളും വാർ ആൻഡ് പീസിനേക്കാളും ഒക്കെ നല്ല പുസ്തകം ഇതാണ്. ഞാൻ വായിച്ചൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ടോൾസ്റ്റോയുടെ ചെറുമകള് അന്നാ കരീന വായിക്കണ കണ്ടപ്പോൾ ടോൾസ്റ്റോയി ചോദിച്ചു, അത്ര നിനക്ക് നല്ല പുസ്തകങ്ങൾ എന്തെങ്കിലും വായിച്ചുകൂടെ ചോദിച്ചു എന്നൊരു കഥ ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. സത്യമാണോ എന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം കരുതിയത് റിസറക്ഷനാണ് ഏറ്റവും നല്ല കൃതി എന്നാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു അത് നല്ലതാണ്, അജയൻ പറയുണ്ടായി, അത് നല്ലതാണെന്ന് കേരളത്തിൽ പലരും പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്നെ വായിച്ചു നോക്കുകയോ വാർ ആൻഡ് പീസ് വായിച്ചു നോക്കുകയോ ചെയ്താൽ അത് റിസറക്ഷനോളം ഒന്നും നല്ലതായിട്ട് തോന്നില്ല. ഒരു പ്രത്യേക സാഹിത്യം ഒരു ധാർമ്മിക പ്രചോദനത്തിന്റെയും ധാർമ്മികമായ ഒരു ഉദ്ഗ്രഥനത്തിന്റെയും പ്രേരണയാകണമെന്ന് കരുതിയാൽ റിസറക്ഷൻ ആയിരിക്കും നല്ലത്. പക്ഷെ അല്ലാത്ത നിലയ്ക്ക് അത് അത്ര നല്ല കൃതി എന്ന് പറയാൻ പറ്റുമെന്ന് സംശയമാണ്. പക്ഷെ അദ്ദേഹം പാവങ്ങൾ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. അറ്റൻ സിംഗ്ലയർ, നേരത്തെ നാരായണൻ മാഷ് അതേക്കുറിച്ച് പറയുകയുണ്ടായി, 1 of the half-dozen greatest novels of the world എന്നതിനെ അക്കാലത്ത് തന്നെ പ്രശംസിക്കുകയും ലോകത്തിന്റെ വലിയ അംഗീകാരം കിട്ടുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് വലിയ എഴുത്തുകാർ പലരും, ഉദാഹരണത്തിന് മദാം ബോവറി എഴുതിയ യോസ മോഡേൺ നോവലിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിക്കുന്നത് മദാം ബോവറിയാണ്. 1857 ആണത് പുറത്തു വരുന്നത്. ഈ യൂഗോവിന്റെ നോവൽ വരുന്നതിന് 5 കൊല്ലം മുമ്പേ. മദാം ബോവറി എഴുതിയ ഫ്ലാബേർ പറഞ്ഞൊരു കാര്യം, അത് നൈദർ ട്രൂത്ത് നോർ ഗ്രേറ്റ് എന്നാണ്.